ഈശ്വരാ ദൈവമേ 30 കുട്ടികളുടെ പരീക്ഷ പേപ്പർ ഞാനിപ്പോ നോക്കാൻ പോവാ. അതിൽ ഒരെണ്ണത്തിനെങ്കിലും ഒരു ശരിയുത്തരം ഇടാനുള്ള ചാൻസ് നീ തരണേ. വേറൊന്നും കൊണ്ടല്ല, എന്റെ കുട്ടികളായതുകൊണ്ട് മാത്രം ഞാൻ ഈ പ്രാർത്ഥിച്ചത്. ആദ്യം മലയാളം നോക്കാം. രാരി രാരി രേ രാരി രാരി രേ ഒരുത്തി 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 കള്ളിക്കാട്ടിലെ കള്ളി മുള്ളുപോൽ ഒരുത്തി. ഇത് ഏത് കവിത? ആശാന്റെ ആണോ? എന്തായാലും ഇത് ഏതേതൊരു ആശാൻ തന്നെയാ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണി. ഏടാ സതീഷേ, നീ വേടന്റെ പരിപാടിക്ക് പോയിട്ട് വന്നിട്ടാണ് എക്സാം എഴുതിയതല്ലേ? നീ ഇങ്ങോട്ട് വാ, കടലമ്മ കരയണത് ഞാൻ കാണിച്ചു തരാട്ടാ. മലയാളം നോക്കാനുള്ള മൂഡ് പോയി. ഇനി ഹിസ്റ്ററി നോക്കാം. ഏട്ടപ്പ എന്തിനാ വിളിക്കുന്നേ? ഹലോ ഹലോ മുളുസേ, നമുക്ക് ഇന്ന് തുടരും സിനിമ കാണാൻ പോയാലോ? എന്റെ ഏട്ടാ, ഞാൻ ഈ കുട്ടികളുടെ പരീക്ഷാ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണെങ്കിലോ ഓരോന്ന് പടക്കം പൊട്ടണ പോലെ പരീക്ഷയ്ക്ക് പൊട്ടുന്നത്. ഇപ്പൊ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോ ഒരുത്തൻ എഴുതി വെച്ചേക്ക. എന്തായാലും സംഭവിച്ചു പോയില്ലേ, ഇനി ഇപ്പൊ വിവരിച്ചിട്ട് എന്ത് പറയാനാ? ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാണ്. ഏട്ടനൊന്ന് വെച്ചേ, കട്ട് ചെയ്യ ഫോണ്. ഹലോ, ഞാൻ ഇന്ന് അയൽക്കൂട്ടത്തിന് വരുന്നില്ല. മോന്റെ സ്കൂളിൽ PTA മീറ്റിംഗാ. അയ്യോ, എന്നെ പ്രത്യേകം ഒന്ന് കാണണമെന്ന് ടീച്ചർക്ക് നിർബന്ധം. അയ്യോ, മിടുക്കൻ ചെക്കനാ. എന്തോ അനുമോദിക്കാനായിരിക്കും. ഞാൻ ഫ്ലെക്സിലൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. വിളിക്കാം കേട്ടോ, വിളിക്കാം. സുസ്മി കേട്ടില്ലേ? സുസ്മി ടീച്ചർ ലീവാ. എന്തായിരുന്നു? അതല്ല, അകത്തേക്ക് വരാൻ നമ്മൾ എന്താ പറയില്ലേ? അത് എക്സ്ക്യൂസ് മീ, നിങ്ങൾ കേറി പോന്നോളി. പേപ്പറിൽ കുത്തിവരയിട്ടിരിക്കുക, സർക്കാർ ചെലവല്ലേ. ആ ഫോണൊന്നും എടുക്ക് കൊച്ചേ. ഫോൺ അടിച്ചതല്ല, നിങ്ങൾ എങ്ങോട്ടേ കേറി പോകുന്നേ? PTA മീറ്റിങ്ങിന്. അതവിടെയല്ല, അത് ഇവിടെയാ. ഇവിടെയാണോ? അയ്യോ, എന്നാ മോള് ഓടി ചെന്ന ടീച്ചറെ വിളിച്ചിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാട്ടോ. ഓ ശരി ചേച്ചി. ഞാൻ ടീച്ചറല്ലേ? അതെ, ഞാൻ ടീച്ചറാ. ടീച്ചറാന്ന് ഓരോ കുട്ടികളോരോ തമാശ. ശരിക്കും ഞാൻ ടീച്ചറാന്ന്. ഞാൻ പിന്നെയും പറയുന്നു, മോള് ബെല്ലടിക്കാനായി. മോള് പോയി മോളെ ക്ലാസ്സിലിരിക്കും. ടീച്ചർ വന്നാൽ ചാന്തിക്കായിട്ട് കേട്ടോ. നിക്കിട്ടാ കാണിച്ചുതരാം, ഇപ്പൊ കാണിച്ചുതരാം ഞാൻ. സൈലൻസ്! ഇതെന്താ ചന്തയാണോ? അയ്യോ, ഇങ്ങനത്തെ പിള്ളേരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉറപ്പിച്ച് ടീച്ചർമാരെ സെയിം ഡയലോഗ്. അറിയാതെ പറഞ്ഞതാട്ടോ. ഇരിക്കേ. പേരെന്താ? കേസുമതി. അത് ഇവിടെയല്ല, അത് സ്റ്റേഷനിൽ പോയിട്ടാണ് കൊടുക്കേണ്ടത്. ഇത് സ്കൂളാ. അയ്യോ, ഞാൻ പേരാ പറഞ്ഞ കേസുമതി. ഓ, നിങ്ങൾ പേരല്ല ചോദിച്ചത്. നിങ്ങളെ കുട്ടിയുടെ പേരെന്താ? രാഹുല്. പ്രൊഡക്റ്റിനെ സൃഷ്ടിച്ച സൃഷ്ടാവാ. എവിടെയായിരുന്നു? വീട്ടില്. ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നു. നിങ്ങളാണോ ഒഴിച്ചിരാത്? ഇതാ തല്ലിക്കോ. വേണ്ട. തല്ല്. എന്തിനാ? ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോ മിനിമം ഞങ്ങൾക്കൊരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മനസ്സിലായോ? അയ്യോ, ഇങ്ങനത്തെ ഒരു സാധനം. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ കുട്ടിക്ക് തള്ളല്ലാണ്ട് ആക്കരുത്. അതെ, ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണ്ടോ? കുഴപ്പേ ഉണ്ടാക്കിയിട്ടില്ല. ഇവൻ ഇവിടെ ക്ലാസ്സിൽ അച്ഛൻ വിളിക്കാണ്. ഓ എന്റെ ദേവിയെ, എനിക്ക് ഇപ്പൊ ആശ്വാസമായി. ടീച്ചർക്കറിയോ, വീട്ടിലും മുഖത്തോട് മുഖം നോക്കാത്ത 2 മനുഷ്യരാ ക്ലാസ്സിലെങ്കിലും വന്ന് അവന്റെ അച്ഛനെ വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്നാ ഗുരുവ? അവന്റെ അച്ഛനല്ല, ക്ലാസ്സിലെ പിള്ളേർ അച്ഛനെ അവൻ വിളിക്കുന്നത്. അത് തെറ്റാണ്. നമുക്ക് ചോദിക്കണം. ഞാൻ വിളിക്കാം. ലാലുട്ടാ, 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 ലാലുട്ടാ. അങ്ങനെ വിളിച്ചാലൊന്നും അവൻ വരൂല. ഞാൻ വിളിക്കാം. അയ്യോ, ഇതാ 7th Bയിലെ ഗീത സ്റ്റാഫ് റൂമിൽ തല ചുറ്റി വീണേ. അയ്യോ, അറ്റത്തൊരു ടീച്ചർ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. അയ്യോ, ടീച്ചർ എവിടെ? അമ്മേ പറയൂ, എന്റെ ഗീത എവിടെ? നിന്റെ ഗീത എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇതെന്താ ഇത്? ഒരു തെലുങ്ക് പടം ഇങ്ങോട്ടിട്ട് ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങോട്ട്. അയ്യോ ടീച്ചർ, അയ്യോ അലച്ചു പാടിയതാ വരുന്ന. യാത്രയൊക്കെ സുഖമായിരുന്നു. ഞാനുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ കുരിപ്പിന്റെ സ്വഭാവം? കേൾപ്പിച്ചോ, ഓരോന്ന് കേൾപ്പിച്ചോ. എന്ത് കോലാലാലുട്ടായത്.
ഇങ്ങനെയൊന്നും അല്ല ഇവരെ ഞാൻ സ്കൂളിലേക്ക് വിടുന്നത്. തല നിറച്ചെണ്ണ തേച്ച് രണ്ടാക്കി ചീവി നടുക്കൂടെ ചാല് കീറി എന്താണ് പന്തലിട്ടപ്പോ ബാക്കി വന്ന ചർത്തായോ പുതിയ ഫാഷനാണ്. ടീറ്റി അടിച്ചോ? അയ്യോ ടീറ്റി അടിച്ചല്ല, ആ സുധീഷ് എന്നെ കോമ്പസ് വെച്ച് കുത്തി അമ്മേ. ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ ഒരു ടീച്ചർമാരും ഇല്ല. അത് കുഴപ്പമില്ല, ഞാൻ ഓന്റെ തലയ്ക്ക് ഇഷ്ടിക വെച്ച് അടിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണ്ട. ശ്രദ്ധിക്കാൻ പറ്റൊരു സാധനം ഞാൻ കയ്യിലോട്ട് തരട്ടെ. മോന്റെ പ്രോഗ്രസ് കാർഡാ. അമ്മേ നിങ്ങൾ എന്ത് കോക്കം പീച്ചി കാണിക്കുന്നേ? 10 മുട്ടയ്ക്ക് അടയിരിക്കാൻ ഞാനൊരു കോടിയിൽ വിളിച്ചതാടാ. ഇവിടെ ഉണ്ടല്ലോ. എന്തിനാടാ ഇങ്ങനെ കേൾപ്പിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കേൾപ്പിക്കുന്നത്? നിങ്ങൾ വലിയ ഡയലോഗ് അടിക്കല്ലേ, ടീച്ചർ കേൾക്കണം. പണ്ട് എനിക്ക് ബുദ്ധി വരാൻ വേണ്ടിട്ട് അമ്മ എന്നും എനിക്ക് ആട്ടിന്റെ പാല് കലക്കി തരീൻ. ഈ പേട തള്ളിങ്ങൾ ആട്ടിന്റെ പാല് ശരിയാ, കൊടുത്തിരുന്നു. ഈ മുട്ടയും വാങ്ങി വന്ന ഈ പൊട്ടന് വേണ്ടിയുള്ള ചൊരത്തുന്ന നിറഞ്ഞ നിമിഷം എന്റെ അമ്മണിയാണ് കല്ലിൽ തല തല്ലി ചത്ത്. അതെ, ഒരു കാര്യം പറയട്ടെ, അവനെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പാരന്റ്സ് കുറച്ചൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കണം. 2 അക്ഷരം ഇവന്റെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്താ എന്താ? ടീച്ചർ പറഞ്ഞ നേരാ, പക്ഷെ നമുക്ക് അതിനുള്ള വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല. ഞാൻ 6ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പൊ അച്ഛനോ? അച്ഛൻ പഴയ 9. അമ്മേ അച്ഛൻ പീഡികയാന്ന് ഞാനിവിടെ പറഞ്ഞേ. വീട്ടിൽ പട്ടിക കഴിക്കാൻ പെഡിഗ്രി ഇല്ല, അവിടെ അച്ഛന്റെ പെഡിഗ്രി. ടീച്ചറിനറിയോ മലയാള അക്ഷരമാലയില് ബാന്ന് പറഞ്ഞ അക്ഷരം കണ്ടിട്ട് പറകാടിയാണെന്ന് ചോദിച്ച മനുഷ്യനായി ഇവന്റെ തന്ത. ശരി പോട്ടെ, ഇവൻ ക്ലാസ്സിലോ ശല്യം. ഈ കഞ്ഞിപ്പൊരയിൽ വരെ എന്തൊരു ബുദ്ധിമുട്ടാ ഇവൻ ഉണ്ടാക്കുന്നതെന്ന്. കഞ്ഞിപ്പൊരയിലെന്താടാ ഇനി? കഞ്ഞിപ്പൊരയിലെന്താ? ചെറുതായിട്ടൊരു ചാരിറ്റി. എന്തോ ചാരി ഇട്ടതല്ലേ? സ്കൂളിലെ ഉച്ചക്കഞ്ഞി ഊറ്റി പൊതിച്ചോറാക്കി മറച്ച് വിറ്റ് 150 രൂപയ്ക്ക് വിൽക്കുന്നതാണോ ഇവന്റെ ചാരിറ്റി? ആണോ? ആണോ എന്നോട് ചോദിക്കുന്നത്? ആണോടാ? എന്റെ ടീച്ചറെ, ഇവനെ കൊണ്ട് എനിക്കും ഇവന്റെ അച്ഛനും എന്തോ ഒരു പ്രതീക്ഷയായിരുന്നറിയോ? എല്ലാം പോയി. എന്നിട്ടിപ്പോ ഞങ്ങള് പുതിയൊരാൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. കേൾപ്പിച്ചോ തള്ളേനെങ്കിലും ഓരോന്ന് കേൾപ്പിച്ചോ. അതെ, 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 അതെ. ഒരു മിനിറ്റ്. നിങ്ങൾ ഞാൻ പറഞ്ഞാ വിശ്വസിക്കില്ല. ഇത് ഇവന്റെ ആൻസർ പേപ്പറാ. നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് വായിക്ക്. വായിക്ക്. ടീച്ചർ നോക്കിയിരിക്കത്തേ ഉള്ളൂ, അതിന് മലയാളം ഒന്നും വായിക്കാനൊന്നും അറിയൂല. അതെ, കെമിസ്ട്രി പരീക്ഷയ്ക്ക് ഇവൻ കടലിൽ ഉപ്പ് കൂടാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോ ആൻസർ എഴുതി വെച്ചത് എന്താന്നും കൂടി ചോദിക്ക്. എന്ത് മോങ്ങിയോട് എഴുതി വെച്ചേ? ബോട്ട് പോന്നൊരു മൂത്രം ഒഴിച്ചോണ്ട്. പോട്ടെ, ഇംഗ്ലീഷ് ഒരു ABCD ഇവൻ അറിയോ? ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ഇംഗ്ലീഷ് നിങ്ങളെല്ലാം പലതൊക്കെ മറന്ന്, പക്ഷെ ലാലൂട്ടൻ അങ്ങനൊന്നും മറക്കൂല. അവരിവിടെ വന്ന് നമ്മുടെ പൂർവികന്മാരോട് കാണിച്ചതൊക്കെ എത്ര പെട്ടെന്ന് മറന്ന്. അങ്ങനെ ഒരു അന്യഭാഷ പഠിച്ചിട്ട് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം എനിക്ക് വേണ്ട, വേണ്ട. കണ്ടോ എന്റെ മോന്റെ രാജസേനെ? രാജസേനോ? അല്ല, രാജസ്നേഹം. ഇംഗ്ലീഷ് ഞങ്ങൾക്ക് വേണ്ട. ഇംഗ്ലീഷ് വേണ്ടെങ്കിൽ വേണ്ട. മലയാളം വല്ലതും അറിയോ? മലയാളത്തിൽ ചങ്ങമ്പുഴയുടെ വാഴക്കൊലയെ കുറിച്ച് ചോദിച്ചപ്പോ അതും അവൻ അറിയൂല. അത് ടീച്ചർ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഈ പറയുന്ന ചങ്ങമ്പുഴയുടെ വീടും ഞങ്ങളുടെ വീടും തമ്മിൽ ഒരു 5 കിലോമീറ്റർ ദൂരം കാണും. അപ്പൊ അവിടെ നേരിട്ട് ചെന്ന് അയാളുടെ കൊല കാണാനുള്ള ഒരു സാഹചര്യം എന്റെ മോനില്ല. ബസ്സിൽ പോകുമ്പോഴല്ല അതൊന്ന് മിന്നായം പോലെ കണ്ടാലായി. പകരം ടീച്ചർ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള സുഗുവിന്റെ ചേനയോ രാജന്റെ കപ്പയോ ചോദിക്ക്, അവൻ പറയും. കാരണം വേദിക്ക് നിന്ന് അവൻ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും എന്റെ മോനെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലേനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇവനെ ജയിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുക്കണ്ടേ? ഇവന് കലയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെയും ടീച്ചർക്ക് തെറ്റി. കലയായിട്ട് ഇവനല്ല, ഇവന്റെ തന്തക്കായിരുന്നു ബന്ധം. മുഖത്ത് ഞാൻ ചട്ടുകം പഴിപ്പിച്ച് വെച്ചപ്പോ അതങ്ങ് നിന്ന്. അപ്പൊ കലാന്ന് കേൾക്കുന്ന എന്റെ മോന് ട്രോമയാ. സത്യം. പക്ഷെ ഇപ്പോഴും റിസൾട്ട് വരുന്ന എന്റെ മോന് ഉറക്കമില്ല. പരീക്ഷയുടെ അന്ന് വരെ കിടന്നുറങ്ങിയിട്ട് ഇവൻ ഈ റിസൾട്ടിന് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അല്ല അല്ല, ആ ഇരിക്കുന്ന ആളിങ്ങ കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. ഞാൻ കാണാം. എനിക്ക് കാണുന്നുണ്ടോ? ചെറുതായിട്ട്. ആ വെള്ളിയിട്ടിരിക്കുന്ന ആളെ? ഓ, കാണുന്നുണ്ട്. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ മരിച്ചു പോയ ഒരാളെ ജീവനോടെ കാണുന്നത്. അത് നമ്മള് കണക്ക് മാഷല്ലേ? ആ, മരിച്ചു കഴിഞ്ഞിട്ടും ജോലിക്ക് വരാൻ കാണിച്ചൊരു മാനം. കണക്ക് മാഷ് മരിച്ചിട്ടൊന്നുമില്ല.
നിങ്ങൾ എന്താ പറയുന്നത്? കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് കണക്ക് മാഷ് മരിച്ചിട്ടല്ലേ പേപ്പർ കിട്ടാഞ്ഞതും പരീക്ഷ നിർത്തിവെച്ചതും? ഇതൊക്കെ ആരാ ഈ കാലത്തിന് പറഞ്ഞിട്ടുണ്ടാക്കിയേ? എടാ കാലനോ? പിന്നെ ജീവിച്ചിരിക്കുന്നവരെ മോളിലേക്ക് പറഞ്ഞേക്കുന്ന നിന്നെ ഞാൻ പുണ്യാത്മാവെന്ന് വിളിക്കേടാ. അതെ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവനെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. ഞാൻ TC എഴുതാം. സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട്. പറഞ്ഞയക്കാനുള്ള സർട്ടിഫിക്കറ്റാ. പറഞ്ഞയക്കരുത്, എഴുതരുത്, പറഞ്ഞയക്കരുത്. അതെ, 100% വിജയം മേടിക്കുന്ന ഒരു സ്കൂളാണിത്. അത് 99 ആക്കാൻ ഞാൻ സമ്മതിക്കൂല. സമ്മതിക്കുന്നില്ലെന്ന് ആമൊന്ന് സെന്റ് അടിക്കും. അത് വീഴുന്ന ടൈപ്പാ. പറഞ്ഞാ വീടോ? നോക്കാം. നിങ്ങൾ പൊട്ടേന്ന് വിരിഞ്ഞതാ? എന്താ? അല്ല, കൊക്കുന്ന ഒരുമാതിരി ഇങ്ങനെ പറയല്ലേ, സങ്കടം പറയുക. ടീച്ചറെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. ആലയില്ലാതെ കറവ പറ്റിയ കിങ്ങിണി പശു തെങ്ങിന്ന് തെങ്ങിലേക്ക് ചാടുന്ന ഇവന്റെ അച്ഛൻ. നിങ്ങളെ ഭർത്താവ് എന്താ സിംഹവാലം കരങ്ങ? പിന്നെ ഞാൻ പറഞ്ഞ കളിച്ച് കയറ്റുമ്പോ ഒരു മണി മണഞ്ഞ വർത്താനം പറയും. സങ്കടമാണ്, കഷ്ടപ്പാടാണ്. ഇവനാണ് എന്റെ ലാസ്റ്റ് അത്താണി. എങ്ങനെയെങ്കിലും ഒന്ന് ഇവനെ എടുക്കണം. പറ്റൂല പറ്റൂല പറ്റൂല. കുറച്ചുകൂടെ കരഞ്ഞാ പറ്റുമോ? കരയണ്ട. പറ്റൂല 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 മോനെ. അവനെ കൂടെ നടക്കുന്നതിന്റെ പരമാവധി നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യാം. കാവിലൊരു വിളക്ക് വെക്കാം. എന്നെ പൊന്നു ടീച്ചറെ, ഞാൻ കാല് പിടിക്കുക. കാലി തൊട്ട് പോകരുത്. കൊലിസ് അടിച്ചു മാറ്റുന്ന ടൈപ്പാ നീ. തലയെ തൊട്ട് സത്യം ചെയ്യും. അയ്യോ, എനിക്ക് കുറച്ചു കാലെങ്കിലും ജീവിക്കണം എന്റെ പൊന്നു മോനെ. ഇന്ന് അമ്മയ്ക്ക് അമ്മയുടെ തലയിൽ തൊടണ്ട. അമ്മ പറഞ്ഞല്ലോ കറവ് പറ്റിയ പശു ആടുന്ന അച്ഛൻ. അയ്യോ, പുതിയൊരു അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു മാങ്ങയും ചെയ്യാനില്ല. ഞാനിപ്പോ ഇതെന്താ ചെയ്യാ? ഇത്രയ്ക്ക് നിർബന്ധമാണ് നീ നിന്റെ തലയോട് സത്യം ചെയ്യടാ. അമ്മയുടെ പുളസു, നിങ്ങൾക്ക് രണ്ടാൾക്ക് ജീവനിൽ നല്ല കൊതി ഉണ്ടെങ്കിലേ എനിക്ക് നല്ല കൊതിയുണ്ട്. ഏടാ ലാലുട്ടാ. പിന്നെ അല്ലാതെ